ഒന്ന് മാറി അങ്ങോട്ട് മാറി. പിന്നെ ലീലാവതി, ഞാനൊരു പ്രത്യേക തരം നെയ്ക്കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ തുണി ചുറ്റി നടക്കാനുള്ള ഒരു സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ? പയ്യെ ഞാൻ പിടിക്കണോ? വേണ്ട, ഞാൻ നടന്നോളാം. വീഴല്ലേ? പയ്യെ പതുക്കെ കേറൂ. സൂക്ഷിച്ച്. അങ്ങനെ അങ്ങോട്ട് അങ്ങനെ നടന്നോട്ടെ. അപ്പോ നെയ്യ് എടുക്കാം അല്ലേ? അത് തന്നെ. നെയ്യ് സേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ പയ്യെ നടന്നു പോകണം. നടക്കുന്നു. നിങ്ങൾ രണ്ടിനും കൂടെ എന്നെ അവസ്ഥയിലാക്കിയത്. അയ്യോ ലീലാവതി, ഏത് മുറിവൈദ്യന്മാരാ ഇതൊക്കെ ഉപദേശിച്ചെന്ന് ഡോക്ടർ ചോദിച്ചു. അയ്യോ മുറിവൈദ്യോ? അത് ഞങ്ങൾ ഇതെന്ന് പറഞ്ഞ ഒരു ഏത് കാര്യം വന്നാലും അതിനു ചുറ്റും 4 മുറിവൈദ്യന്മാർ കാണും. പൂർണ്ണമായിട്ട് ഒന്നിനെ കുറിച്ച് അറിഞ്ഞുകൂടാതെ ഉപദേശിക്കാനായിട്ട്. അല്ലേ ലീലാവതി, ഞാൻ വിചാരിച്ചത് പിന്നെ. അയ്യോ ഇയാൾ ഇനിയിപ്പോ ഒന്നും കരുതണ്ട. പ്രത്യേകിച്ച് ഡോക്ടർ ക്രീം തന്ന ബാൻഡേഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ താനെ പോയിക്കോളും. ഇനിയിപ്പോ ഇയാളുടെ സഹായം ഒന്നും വേണ്ട. എന്താ മാവ, നമ്മളൊക്കെ മുറിവൈദ്യന്മാര്. ഏതൊരു കാര്യവും ശാസ്ത്രീയമായിട്ട് അപഗ്രഥിക്കാതെ പരിഹാരം നിർദ്ദേശിക്കുന്നവരെല്ലാം മുറിവൈദ്യന്മാരാ. അങ്ങനെ നോക്കുമ്പോ നമ്മളെല്ലാം മുറിവൈദ്യന്മാരാ. ഒന്നും അറിഞ്ഞുകൂടാന്നും പറഞ്ഞ് കൈ ഒഴിയുന്നതിനേക്കാൾ അപകടമാണ് എന്തെങ്കിലുമൊക്കെ ഇത്തിരി അറിയാന്നും പറഞ്ഞ് ഉപദേശിക്കുന്നത്. മഹാന്മാര് പറഞ്ഞിട്ടുണ്ടെന്ന്. ചികിത്സയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു കാര്യത്തിലും അതങ്ങനെയാണ് കേട്ടാ. ഏതായാലും അത് അറിഞ്ഞത് നന്നായി. അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വരുമ്പോ നമ്മളെ തന്നെ ചികിത്സിച്ചേനെ. ഏയ്, മുറിവൈദ്യന്മാര് എപ്പോഴും അന്യന്മാരെ ചികിത്സിക്കും. അവരോരുടെ തടി ഒരിക്കലും അവര് കേടാക്കില്ല. മനുഷ്യരുടെ സ്വസ്ഥത തരൂലേ? എനിക്കൊന്ന് കിടക്കണം. ഞങ്ങളെപ്പോഴേ ഇറങ്ങിയായിരുന്നല്ലോ. ഹലോ, ആരെ? നമ്മളെ തന്നെ. എന്നെ എന്ത്? ഒരു സിഗരറ്റ് ഉണ്ടോ? ഇല്ല. ഒരു ബീഡി ഉണ്ടോ? ഞാൻ വലിക്കില്ല. തീപ്പെട്ടിയെങ്കിലും ഉണ്ടോ? ഓ അത് ശരി. അതും ഇല്ലല്ലേ? ഒരു 10 രൂപ എടുക്കണ്ടോ? 10 രൂപ. പൈസ ഇല്ല. ഇല്ലേ? തരില്ല. ശരി, വേണ്ട. ബീഡി സേറ്റ് ഒന്നും വേണ്ട. വേറൊരു കാര്യം, ഒരു ജോലി ഉണ്ടോ? ഒരു ജോലി തരാം. അയ്യോ, ഞാൻ 1-2 ജോലി വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടിരുന്നു കേട്ടാ. കാണുന്നില്ല. കളിയാക്കല്ലേ, തൊഴിലെ കളിയാക്കല്ലേ. ഒരു ജോലി തരൂ സഹോദര. ഓ സഹോദര പ്ലീസ്. അതെ, ജോലി. ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തവനാ ഞാൻ. ആ ജോലി പോയി. ഇപ്പൊ ജീവിക്കാൻ മാർഗമില്ല. ഒരു ജോലി. നീ എന്നെ കണ്ടുപടി. എന്തൊന്നു? എനിക്ക് തൊഴിലില്ല, പക്ഷെ ഞാൻ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. എടാ, തൊഴിലില്ലാത്തവന് ജീവിക്കണമെങ്കിൽ എന്താ വേണം? ബുദ്ധി വേണം. ബുദ്ധി ഉണ്ടെങ്കിൽ എന്ത് വേണ്ട? ജോലി വേണ്ട. ബുദ്ധി ഇല്ല, ജോലി ഇല്ലെങ്കിലാ കാട്ടാ പോകയാവും. കൈവണ്ടി വലിക്കാൻ പോടാ. പിടിച്ചോളാ. എന്റെ അടുക്കിയ കളി. എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് സഹോദര. അത് ശരി. ഇതെന്തിനു പാടറേ? ഞാൻ പറഞ്ഞു അടുത്ത്. സഹോദരൻ പറഞ്ഞു, ഞാൻ കേൾക്കുകയും ചെയ്തു. പിന്നെന്ത് കുഴപ്പം? എന്നിട്ട് മനസ്സിലായില്ലേ? എന്റെ അവസ്ഥ സഹോദരൻ മനസ്സിലാക്കണം. ഒരു ജോലി. ഇത് വലിയ ഓടിക്ക എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യനാണ്. ഓടിക്ക വിചാരിച്ച എന്ത് നടക്കുന്ന ആൾക്കാർ പറയുന്നത്. ഏതാൾക്കാർ പറഞ്ഞു? ഒരുപാട് പേര് പറഞ്ഞു. ഓടിക്ക അറിയാത്തൊരു ഈ നാട്ടിലില്ല. സത്യമായിട്ടും പറഞ്ഞു. സത്യമാണോ? സത്യം സാറേ, സത്യം. അല്ല, ആദ്യ സഹോദരൻ എന്നല്ലേ വിളിച്ചത്? ഇപ്പൊ എന്ത് സാറായത്? തുടക്കം കിട്ടാനാ, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. ഇനി മുതൽ സാർ എന്റെ ബോസാ. ബോസിനെ സാറെന്ന് വിളിക്കാമല്ലോ. അപ്പൊ സാറേ എന്റെ ജോലി. ഞാൻ നോക്കട്ടെ കേട്ടാ. ഞാൻ നോക്കാം. ഓ, ഈ ജോലി ഉറപ്പാ. കൊണ്ട് പോത്തോളല്ലോ ദൈവമേ. അപ്പൊ നമ്മുടെ കാര്യം എന്താ? നമ്മുടെ കാര്യം ജോലിക്കാരി. ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞിരിക്കുക സാർ എനിക്ക് ജോലി മേടിച്ചു. അതങ്ങനെ ശരിയാവും? അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നോക്കട്ടെ എന്നല്ലേ പറഞ്ഞില്ലയോ? പിന്നെ ഞാൻ നോക്കട്ടെ എന്നല്ലേ പറഞ്ഞത്. പറഞ്ഞാ പോരാ, നോക്കണം. ഇല്ലെങ്കിൽ ജോലി തരാമെന്നും പറഞ്ഞ് പറ്റുന്ന കുറിപ്പ് എഴുതി വെച്ചിട്ട് കയറി തൂങ്ങിച്ചാവും ഞാൻ. എടാ, എനിക്കൊരു കുടുംബമുള്ളതാണേ. എനിക്ക് കുടുംബം ഇല്ലയോ? ഇത് വലിയ കഷ്ടമല്ലേ? ആര് ജോലി കൊടുക്കാം? എടാ, ഞാൻ ഒരു ജോലിയല്ല ചോദിച്ചോളൂ. അതിങ്ങനെ കൊങ്ങായി പിടിക്കാൻ വന്ന. എടാ, ഞാൻ നിന്നെ
ഓടിക്കച്ചേട്ടാ ഓടിക്കച്ചേട്ടാന്ന്. ഡേയ്, ഡേയ്, എന്റെ കയ്യിൽ ജോലി ഇല്ല. അതുമല്ല മണിക്കൂട്ടാ, ഒരു ജോലി കിട്ടി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജോലി ഇല്ല ജീവിക്കുന്നയാ. അതൊരു അനുഭൂതിയാണ്, അനുഭൂതി. നെല്ല് എന്ത് ഇതെന്തുവാ? വായിച്ചു നോക്ക്, അതിലുണ്ട്. ബഹുമാനപ്പെട്ട പോലീസിന് ഞാൻ ആത്മഹത്യ ചെയ്യാണ്. ഡേയ്, എന്റെ മരണത്തിന് കാരണം ഓടിയൊക്കെയാണ്. എടാ സാമദ്രോഹി, എനിക്ക് ജോലി തരാന്ന് പറഞ്ഞ് വ്യാമോഹിപ്പിച്ച് പിന്നെ കരിമ്പും ചട്ടി പോലെ വലിച്ചെറിഞ്ഞ് ഓടിക്കേക്ക് ജീവപര്യന്തം നൽകണമെന്ന് വിനീതമാ. വെള്ളം എടാ ഓടിക്കേ, നോക്ക്, ഇതിനെയാണ് കുരിശ് എന്ന് പറയുന്നത്. ഇതേപോലെ ചില കുരിശുകൾ എല്ലാവരുടെയും ജീവിതത്തിൽ വന്ന് വീഴും. ചില പരാനഭോജികൾ പറ്റിക്കൂടും. പക്ഷേ ഈ ജോലിയുടെ കാര്യം ഞാൻ നോക്കാന്നേ പറഞ്ഞോളൂ. മതി, ശനി നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സമയമാണെങ്കിൽ ചുറ്റിപ്പോകാൻ അത് തന്നെ അധികമല്ലേ? അല്ലമ്മ വാ, ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യും? എന്ത് ചെയ്യാൻ? ഉടനെ ഒരു ജോലി ശരിയാക്കി കൊടുക്കണം. എടാ ഓടിക്കേ, അപ്പുറത്തെ സ്നേഹനഗറില്ലയോ, അവിടെ ഒരു ഗൂർക്ക വേണമെന്ന് പറയുന്നത് കേട്ടു. അതൊന്ന് ശ്രമിച്ചു നോക്ക്. അല്ല, ഗൂർഖ എന്ന് പറഞ്ഞ ഗൂർഖ നേപ്പാളിയല്ലേ? ഡേയ്, നീ മോഹൻലാലിന്റെ പഴയ സിനിമ കണ്ടിട്ടുണ്ടോ? ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. ആദ്യം ഒരു ജോലി വാങ്ങിച്ച, അത് കഴിഞ്ഞാ പിന്നെ സിനിമകളൊക്കെ തുടങ്ങുകയല്ലേ? അല്ല, ഗാന്ധിനഗറില് അതിനകത്ത് മോഹൻലാൽ ഗൂർക്കയാണ്. മോഹൻലാല് അതാര്? ഫസ്റ്റ്. ഡേയ്, നിനക്ക് ഈ മഹാരാജ്യത്തിന്റെ പേരെന്താണെന്നറിയാവോ? ഞാൻ മുമ്പ് സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണ് ചേട്ടാ നമ്മുടെ രാജ്യത്തിന്റെ പേര്? എന്നെ കൊണ്ടേ പോവും. നിനക്ക് ഗൂർക്ക പണി ചെയ്യാൻ പറ്റുമോ? ലീവും ബോണസൊക്കെ കിട്ടി കഴിഞ്ഞാൽ നോക്കാം. അതൊക്കെ കിട്ടും. എന്നാ പിന്നെ ജോലി ചേർത്തിട്ട് ഉടനെ അതിങ്ങോ. നീ മിക്കവാറും എല്ലാം കൂടെ വാങ്ങിച്ചു കിട്ടും. ഇങ്ങോട്ട് പോയി നിന്നെ ഗൂർക്ക കിട്ടുള്ളൂ. നീ അങ്ങോട്ട് എടാ, അവിടെ പോയി നിന്നെ മൂർക്ക കഴിക്കും. ഇങ്ങോട്ട് പോടാ, ഇങ്ങോട്ട് നട. ഇങ്ങോട്ട് നിന്നെ ഗൂർക്കാക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ കേട്ടാ. മക്കളെ നോക്ക്, പുതിയ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു. പ്രധാനപ്പെട്ടത് എന്താണ്? മുഖസ്തുതി. ഇനി വേറൊന്നുണ്ട്. അതെന്താണെന്നറിയാമോ? എന്താണ് വല്യമ്മേ? സ്വന്തം യജമാനെ സ്തുതിക്കും പോലെ അയൽക്കാരനെ ദുഷിക്കുക. അതെങ്ങനെ? ഞാൻ പഠിപ്പിച്ചു തരാം, നീ വാ. അയ്യോ, കണ്ടു പഠിക്കടി. എന്താ ചേച്ചി? അല്ല, ഞാൻ പറയായിരുന്നേ, കുഞ്ഞിന്റെ ഒരു ലാളിത്യം, ഒരു എളിമ. അപ്പുറത്തെ വീട്ടിലും ഉണ്ടല്ലോ ഒരാള്, ഒരു ലീലാവതി കുഞ്ഞ്. എന്തുവാ ചേച്ചി? കുനിഞ്ഞൊരു കുപ്പ എടുക്കൂല. ചുമ്മയാണോ അവിടെ തല്ലും വഴക്കും ഒഴിഞ്ഞിട്ട് നേരമില്ല. തല്ലും വഴക്കൂ? ഇന്നലെ ഇവൾ എന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. ചോദിച്ചു നോക്കണം, അവിടെ വഴക്ക് നടന്നോ ഇല്ലെന്ന് ചോദിച്ചു നോക്കണം. ആണോ മോളെ? വലിയ വഴക്കായിരുന്നു. കൊള്ളാൻ. ഇന്നലെ കഥകെല്ലാം അടച്ചിട്ട് പൈപ്പും തുറന്നിട്ട് ടി വി വെച്ച്. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. അവസാനം വഴക്കെങ്ങനെ അവസാനിച്ചു? അവസാനം എങ്ങനെ അവസാനിച്ചെന്നോ? കൊള്ളാം. അവിടെ വഴക്ക് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇന്റർവെൽ പോലും ആയില്ല. എന്നിട്ടല്ലേ ക്ലൈമാക്സ്. കുഞ്ഞെ, എനിക്ക് ഇന്ന് ഇത്തിരി നേരത്തെ പോണമായിരുന്നു. ചേച്ചി പൊക്കോ, നേരത്തെ തന്നെ. അയ്യോ, ഇപ്പൊ മനസ്സിലായ? എന്താ ചേച്ചി? ഒന്നുമില്ല. ഞാൻ വാ മക്കളെ, വാ വേഗം. നാരായണ ഭഗവാനെ, ഇതെന്തോന്ന് ഞാൻ കാണുന്നത്? ഞാൻ സമ്മതിക്കൂല. എനിക്ക് താ കുഞ്ഞെ, ഞാൻ സമ്മതിക്കൂല. ചേച്ചി, വൈകി വന്നതിന് ഞാൻ വഴക്ക് പറയുന്നുള്ളൂ, പേടിച്ചിട്ട് എടുക്കുന്ന അടവല്ലേ ഇത്? കരയരുത്, കരയരുതെന്ന്. ഞാൻ കരയും, ഞാൻ കരഞ്ഞു കരഞ്ഞു ചാവും. എന്നാലും കുഞ്ഞിനെ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയല്ലോ. ഞാൻ ഒരു രഹസ്യം പറയാൻ കുടുകൂടാന്ന് ഓടി വന്നതാണ്. എന്റെ മൂടെ കളഞ്ഞല്ലോ. എന്താ ചേച്ചി രഹസ്യോ? എന്ത് രഹസ്യം ചേച്ചി? പറയേച്ചി, എന്താ കാര്യം? കണ്ട, സ്നേഹം വന്നു, കുഞ്ഞിന് സ്നേഹം വന്നു. ഞാൻ പറയാം രഹസ്യം എന്തിനാണെന്ന് ഞാൻ പറയാം. ലീലാവതി കുഞ്ഞ് സ്ഥലം നോക്കണ്. എന്താ ചേച്ചി? അന്ന് വീടുകൾ നോക്കിയില്ലേ, മത്സരിച്ച് പ്ലോട്ടുകൾ നോക്കിയില്ലേ? അന്ന് വീട് വാങ്ങലൊന്നും നടന്നില്ലല്ലോ. ഇല്ല. എന്നാ അന്നത്തെ കേടുപാട് തീർക്കാൻ വേണ്ടി ലീലാവതി കുഞ്ഞ് വീണ്ടും ഇറങ്ങുന്നു. വീട് വാങ്ങാൻ പോണു. വീടല്ലെങ്കിൽ വസ്തു. അത് ശരി. എന്നാ ഇതാ ഈ സതിയും പ്രഖ്യാപിക്കുന്നു. അവൾ വീടും വസ്തുവും വാങ്ങുന്നതിന് ഒരു ദിവസം മുൻപേ ഈ സതിയും വാങ്ങും വസ്തു. അങ്ങനെ പറയണം കുഞ്ഞേ, അങ്ങനെ പറയണം. ഇതിനല്ലേ മറ്റേ സ്പിരിറ്റ് എന്ന് പറയണത്. മറ്റേ സ്പിരിറ്റോ?
ഒരു സ്പിരിറ്റ്, എന്തോ ഒരു ഏ? മാനിന്റെ സ്പിരിറ്റ്. മാനിന്റെ സ്പിരിറ്റോ? ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ആ, അത് തന്നെ അത് തന്നെ. അതെ ചേച്ചി, ഞാൻ സ്പിരിറ്റാ. മുറിവിൽ അല്പം പുരട്ടിയാൽ ഉച്ചി വരെ നിന്ന് കത്തും. മോളിങ്ങനെ ഗ്ലൂമിയായി നടന്നാലോ? അവര് വീട് വാങ്ങിയാ നമ്മളും വീട് വാങ്ങും. അതിന് കൈ കാശ് വേണ്ടേ മാവാ? ഓ, അമ്മാവൻ എന്നെ കളിയാക്കുകയല്ലേ? ആ, കളിയാക്കി തന്നെ ചിരിച്ചതാ. എന്റെ മോൾ ഇത്ര ശിശുവായി പോയല്ലോ. നോക്ക് സതിമോളെ, സിറ്റിയിലുള്ള ആൾക്കാരുടെ പ്രധാന ബിസിനസ് എന്താണെന്നറിയാവോ? എന്ത് ബിസിനസ്? ഷോ ബിസിനസ്. ഷോ ബിസിനസ്. കൈ 2 വെണ്ടയ്ക്ക വാങ്ങിക്കാൻ പോലും കാശ് കാണത്തില്ല. കാണിക്കുന്നത് കണ്ട വൈഷ്ണവന്റെ മക്കളാണെന്ന് തോന്നും. നമ്മളും കാണിക്കണം ഷോ. നമ്മൾ വീട് മാറാൻ പോവുകയാണെന്ന് അങ്ങ് അടിച്ചിറക്കണം. ചുമ്മാ കുറെ ഫ്ലോട്ടുകളൊക്കെ നോക്കണം. കാണുന്ന വീടുകളൊക്കെ ഇത് കൊടുക്കുന്നു എന്ന് ചോദിക്കണം. വീട് തരാന്ന് പറഞ്ഞാ കേറി കണ്ടിട്ട് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോയേക്കണം. എന്തായാലും ഓടിക്കെ കൂടെ വിളിക്കാം. ഇത് ചെവിക്ക് ചെവി അറിയരുത്. അവരും ഇത് സത്യമാണെന്ന് വിചാരിക്കട്ടെ. ഷോ ബിസിനസിന് ഇതൊക്കെ ആവശ്യമാണ്. അതെ, സത്യം പോലെ അവരത് ലീലാവതിയോട് പറയുമ്പോ സംഗതി സത്യവും. ഭാർഗവൻ ലീലാവതിയെ കൊണ്ട് വീട് വാങ്ങിപ്പിച്ച് അടങ്ങും. ദേ അമ്മാവാ, ഇങ്ങോട്ട് നോക്ക്. ദേ ഒരു വീട്. ആ, ഇത് കൊടുക്കാൻ ഇട്ടേക്കുന്ന തോന്നുന്നു. ഏ? പക്ഷെ അമ്മാവാ, ഒരു റിച്ച്നെസ് പോരാ. പോരാ, റിച്ച്നെസ് പോരാ. 10 20 കൂടുതൽ കൊടുത്താലും വേണ്ടൂല, ഒരു നല്ല വീടായിരിക്കണം. അതെ, വാങ്ങിക്കുമ്പോ നല്ലൊരു വീട് വാങ്ങിക്കണം. ഒരു ഉപകാരം ചെയ്യണം. ഇവിടെ എവിടെയെങ്കിലും ഒരു നല്ല വീട് വാങ്ങിക്കാൻ കിട്ടുമോ? ഇവിടെ അപ്പുറത്തെ ഒരു വളവുണ്ട്, അതിന്റെ 5ാമത്തെ വീട് ചിലപ്പോ കൊടുക്കും. ഒരു 2.5 കോടി രൂപ വില വരും. ഓ, 2.5 കോടി. 2.5 കോടി. ആ, ഞങ്ങൾ അത്ര റേഞ്ചാ നോക്കി. 2.5 കോടി രൂപ. ശരി, ഓക്കെ, താങ്ക് യു. 2.5 കോടി രൂപയുടെ വീട്. വിഷമിക്കല്ലേ ചേട്ടാ, മനസ്താപപ്പെടല്ലേ. ശരിയാവും, എല്ലാം ശരിയാവും. എങ്ങനെ ശരിയാവുന്ന കരുതുന്ന? ജീവിതം ഒരുമാതിരി കരു പിടിപ്പിച്ച് വരികയായിരുന്നു. സന്തോഷത്തിന്റെ ശാന്തല ഭൂമികൾ നമ്മൾ കീഴടക്കി വരികയല്ലായിരുന്ന? അപ്പോഴല്ലേ ഈ ദുർവിധി? ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ആ. ഇപ്പൊ ചേച്ചി വീട് മാറുന്നു, ഉവ്വ്. ശരി. പക്ഷെ നമ്മളും കൂടെ പോണം. അതിന് ഡീസൻസിയുടെ ഒരു പ്രശ്നമുണ്ട് ശകുന്തളെ. എടി വളയ്ക്കാം, പക്ഷെ ഓടിക്കാൻ പാടില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ വന്ന് നങ്കൂരം ഇട്ടു. അതിനൊരു സ്വാഭാവികത ഉണ്ടായിരുന്നു, ഒരു ഒഴുക്കുണ്ടായിരുന്നു. മറ്റൊരിടത്ത് പോകുമ്പോ അവിടെയും നമ്മൾ വാലാട്ടിയായിട്ട് പോവാന്ന് പറഞ്ഞാ ചേട്ടന്റെ വലിയ മനസ്സ് അതാ ചേട്ടനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. ചേട്ടാ, ചില സാഹചര്യങ്ങളിൽ നമ്മൾ അഭിമാനമൊക്കെ മാറ്റിവെക്കണം. നോക്ക് ശകുന്തളെ, ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എന്റെ മനസ്സിൽ നിനക്ക് ഉയർന്ന സ്ഥാനമാണുള്ളത്. ഉയർന്ന സ്ഥാനം, മനസ്സിലായോ? എന്റെ ഭാര്യയെ കുറിച്ച് ഞാൻ അഭിമാനിക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഇല്ല. അത് മനസ്സിലാക്കുക. ആ ഭാര്യ ഇങ്ങനെയൊക്കെ പറയാന്ന് വെച്ചാ അഭിമാനം കൈവിട്ടാ പിന്നെ ഈ ഓടിക്കയില്ല. അതറിയോ നിനക്ക്? ഓടിക്കച്ചേട്ടൻ ഇല്ലാത്ത ലോകത്ത് ഒരു നിമിഷം പോലും പിന്നെ ശകുന്തളയില്ല. ശകുന്തളയുമില്ല. ഞാൻ പറഞ്ഞത് പിൻവലിച്ചു. എന്നാലും എന്റെ നാവിന്ന് അഭിമാനം മാറ്റിവെക്കണോന്ന്. നോക്ക് ശകുന്തളെ, നീ കരയാതെ. നിനക്കൊണ്ടല്ലോ ഇളം മനസ്സാണ്, ഇളം മനസ്സ്. ഈ കണ്ണു തുടയ്ക്കാൻ എന്റെ പൊട്ടി പെണ്ണ. കണ്ണു തുടച്ചേ. ഇനി ഒന്ന് ചിരിച്ചേ. ചിരിക്കാൻ. ഓടിക്ക ചേട്ടനാണ് പറയുന്നത് ചിരിക്കാൻ. ഇല്ലെങ്കിൽ ഞാൻ ഇക്ലാക്കി ചിരിപ്പിക്കും നിന്നെ. എടി, ചിരിക്കുന്ന ഭാര്യ, സന്തോഷിക്കുന്ന ഭാര്യ, അതാണ് ഈ ലോകത്തെ ഏതൊരു ഭർത്താവിന്റെ സംതൃപ്തി. അറിയാവോ? സന്തോഷിപ്പിക്കുന്ന ഭർത്താവ്, ചിരിപ്പിക്കുന്ന ഭർത്താവ്, അതാ ഭാര്യയുടെ സന്തോഷം, സംതൃപ്തി. സത്യം. പക്ഷേ ഈ സന്തോഷവും ചിരിയൊക്കെ അവസാനിക്കാൻ പോവുകയല്ലേ ശകുന്തളെ? ചേട്ടൻ നോക്കണം, ഒരു വഴി അടയുമ്പോ 9 വഴി തുറക്കുന്ന പ്രമാണം. നമുക്കേ എന്തെങ്കിലും ഒരു മാർഗം കിട്ടും. ഞാൻ ചോദിക്കട്ടെ, നമ്മളും കൂടെ വരട്ടെ എന്ന് അങ്ങോട്ട് ചോദിക്കാതെ നിങ്ങളും കൂടെ വന്നേ പറ്റൂന്ന് ചേച്ചിയെ കൊണ്ട് പറയിച്ചാലോ? ഫസ്റ്റ് സൂര്യനെ പടിഞ്ഞാറ് ഉദിപ്പിക്കുന്ന കാര്യം നീ പറ. ഇതിലും എളുപ്പമാണ്. എടി, ചേച്ചിക്ക് ഇപ്പൊ തന്നെ നമ്മുടെ സാന്നിധ്യം അത്ര തൃപ്തികരമല്ല. അല്ലായിരിക്കാം, പക്ഷേ ഇനി പോകുന്നിടത്ത് നമ്മളും കൂടെ ഉണ്ടായാലേ ശരിയാവുന്ന് വരുത്തിയാലോ? നമ്മൾ ചെല്ലുന്നില്ലെങ്കിലും ചേച്ചി പിടിച്ചു കെട്ടിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥ വന്നാലോ? അതെങ്ങനെ ശകുന്തളെ? ബുദ്ധിപരമായിട്ട് ആലോചിച്ചാലേ ഉത്തരം കിട്ടും ചേട്ടാ. ചേട്ടത്തി, എന്താടാ? അല്ല, ഒരു ന്യൂസ് കേട്ട് ശരിയാണോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നീ കാര്യം പറ. അപ്പുറത്തെ സഹിച്ചേച്ചി വീട് മാറുന്നെന്ന്. ഒന്ന് പോ സുഗുണ. അയ്യോ ചേട്ടത്തി, സത്യമാണ്, 100 വട്ടം സത്യം. എന്താ ഇപ്പൊ വീട് മാറാൻ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. വീട് മാറുന്നു ആദ്യം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ആരോ പുളു വലിച്ചിറക്കിയാണ്.
പക്ഷേ സംഗതി ഇപ്പൊ സത്യമാണ്. വല്ല കാര്യമുണ്ട്.